നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരുമിച്ച് വെൽക്കം ചെയ്ത ഒരു ഫ്രണ്ട് അതാരായിരിക്കും? ആക്ച്വലി ജിയോ എന്ന് പറഞ്ഞിട്ട് ദുബൈയിൽ നിന്ന് ഞാൻ മീറ്റ് ചെയ്ത ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ഫാമിലിയും എല്ലാവരുമായിട്ട് ഞാൻ ആക്ച്വലി ക്ലോസ് ആയിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം പൊടിയായിട്ടും അവര് ഭയങ്കര ക്ലോസ് ആണ്. പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ വൈഫും സിസ്റ്ററൊക്കെ ഇവിടെ ആസ്റ്ററിലെ ഡോക്ടേഴ്സ് ആണ്, ഹസ്ബൻഡൊക്കെ. സോ അവരായിട്ടാണ് ഞങ്ങൾ എപ്പോഴെങ്കിലും എന്ത് ചെയ്യുന്ന എപ്പോഴെങ്കിലും ഞങ്ങൾ എപ്പോഴും പുറത്തു പോകാറില്ല. എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരായിട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഇപ്പൊ പോയ വർഷം പൊടി റോബിന്റെ അടുത്ത് കൊടുത്തൊരു ഉപദേശം എന്താ? ഇനി നമ്മൾ അടുത്ത വർഷം കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പൊ റോബിൻ ചേട്ടാ എന്തെന്ന് പറഞ്ഞിട്ട് എന്തൊരു ഉപദേശമായിരിക്കും കൊടുത്തിട്ടുണ്ടാവില്ല? ഇപ്പൊ എനിക്ക് ബേസിക്കലി എന്റെ പാർട്ണറിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്റെ അടുത്ത് ലോയൽ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി ഫെയിം, പൈസ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് കാര്യത്തിൽ ഡാമേജ് സംഭവിച്ചില്ല എനിക്കതൊരു മാറ്റർ ആയിട്ടുള്ള കാര്യമല്ല. എനിക്ക് എന്റെ അടുത്ത് ലോയൽ ആയിരിക്കണം, ഓപ്പൺ ആയിരിക്കണം, ആ ഒരു സംഭവം. അപ്പൊ നമ്മളിപ്പോ ഒരു മാരേജ് ലൈഫിലോട്ട് കടക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യം ലൈഫ് ലോങ് ഇനി ജീവിക്കേണ്ടതാണ്. അപ്പോ എന്തുണ്ടെങ്കിലും എനിക്ക് വേറൊരാള് പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ അറിയേണ്ട അവസ്ഥ വരരുത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സംസാരിച്ച് ആ ഒരു ലോയൽ ആയിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് നമ്മൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇതുവരെ ഇപ്പൊ നമ്മള് ഈ ഒരു വർഷം ഇപ്പൊ ലാസ്റ്റ് 6 months ആയിട്ട് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് റോബിൻ ചേട്ടനാണ്. അപ്പൊ നമ്മളിപ്പോ ഭയങ്കര അടിപൊളിയായിട്ടാണ് പോണത്. ശരി, റോബിൻ ആണെങ്കിലോ? എനിക്ക് ഞാൻ ഉപദേശം ഒന്നും കൊടുക്കാറില്ല. ആക്ച്വലി പുള്ളിക്കാരി അത്യാവശ്യം മെച്ചൂർ ഇനഫ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരിക്ക് ഉപദേശങ്ങളുടെ ആവശ്യമില്ല. പിന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാലും ഉപദേശിക്കാന്നുള്ളതെങ്കിലും ചേഞ്ച് ചെയ്താൽ നന്നായിരിക്കും. ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇവള് പാവാ ബേസിക്കലി. അപ്പൊ ഒരുപാട് പേര് ഇവളെ പർപ്പസ്ലി പറ്റിക്കാറുണ്ട്. അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. ഞാനത് പറഞ്ഞു കൊടുക്കും, പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കും. ഇന്ന ആള് നിന്നെ പറ്റിക്കാണ്, ഞാൻ പറയും ഇന്ന ആള് മാനിപ്പുലേറ്റ് ചെയ്യാണ്, ഇന്ന കാര്യം ശരിയല്ല, അവര് നിന്നെ യൂട്ടിലൈസ് ചെയ്യാണ്. എനിക്ക് ഇഷ്ടം വന്നു കഴിയുമ്പോൾ, അതായത് ഇപ്പൊ ഞാൻ പറയണെങ്കിൽ ഇപ്പൊ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫ് ആണെങ്കിലും ഒരുപാട് എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും പല പല ആൾക്കാർ കാണുമ്പോൾ എനിക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും. ഇവള് ബേസിക്കലി പാവാ, മനസ്സിലായില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരങ്ങനെ പല രീതിയിൽ അത് ഞാൻ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അൺനോൺ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോ പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അതെനിക്ക് മനസ്സിലാവാറില്ല. അപ്പൊ റോബിൻ ചേട്ടൻ നോക്കിട്ട് പറയും അത് യൂട്ടിലൈസ് ചെയ്യാൻ നിൽക്കുകയാണ്. അത് അല്ലാതെ വർക്ക് റിലേറ്റഡ് ആയിട്ടും ചിലപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അത് കറക്റ്റ് ആണ്. നിങ്ങൾ നല്ലൊരു കപ്പിളായിട്ട് നിൽക്കുമ്പോൾ ആരതിക്ക് എന്തെങ്കിലും ഇതേപോലെ ഒരു ഡ്രോബാക്ക് ഉള്ളപ്പോൾ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കറക്റ്റ് ആയിട്ട് ജഡ്ജ്മെന്റിന്റെ ഒരു ഏരിയ. ഏറ്റവും വലിയൊരു മാറ്റം വന്നത് എന്താന്ന് വെച്ചാല് റോബിൻ ചേട്ടന്റെ കൂടെ കൂടിയപ്പോ കുറച്ചുകൂടി പങ്ക്ച്വലായി കാര്യങ്ങള്. അതാണ് എനിക്ക് മെയിൻ ആയിട്ട്. ആളെപ്പോഴും ഞാൻ എപ്പോഴും ഭയങ്കര ലേറ്റ് ആവുന്ന ഒരു ടൈപ്പാ. പക്ഷെ റോബിൻ ചേട്ടന്റെ കൂടെ നടക്കുമ്പോ കറക്റ്റ് ആയിട്ട് ടൈമിംഗ് എപ്പോഴും എനിക്ക് പഠിച്ചു. ആള് കുറച്ച് സിസ്റ്റമാറ്റിക് ഒക്കെ ആവാൻ തുടങ്ങി. അതെ, എനിക്ക് പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര പ്രാധാന്യം. ചില സമയത്ത് ലേറ്റ് ആവുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഈവൻ മുന്നേ ഇനോഗ്രേഷൻ ഒക്കെ പോകുമ്പോൾ അവര് പറയും, അവരാണ് നമ്മുടെ ആവശ്യപ്പെടുന്നത് അരമണിക്കൂർ കഴിഞ്ഞ് എന്ത് ചെയ്യാം നമുക്ക് വരാം. അപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിൽ കറക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ഒരു 15 മിനിറ്റ് തന്നെ ഞാൻ എന്റെ പഞ്ചം ചെയ്യും. ഒരു പ്രാവശ്യം പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ 8 വർഷത്തിൽ ലേറ്റ് ആയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ വന്നിട്ടില്ല. അപ്പം പൊടിയുടെ കാര്യത്തിൽ നോക്കാം, പൊടിയെല്ലാം പയ്യെ ഞാനിങ്ങനെ വലിയ ഞാൻ പറയും, ഞാൻ സമയം കൊടുക്കും. 20 മിനിറ്റ് ഈ സമയമാകുമ്പോൾ ഞാൻ വണ്ടി എടുത്ത് അവിടെ നിൽക്കും, പോവും. ഇല്ലെങ്കിൽ ഞാൻ പോവും, അല്ലെങ്കിൽ വന്നോ. അതുകൊണ്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും ആള് കാര്യങ്ങള് ഒരു 80% പഞ്ചലായി. അപ്പൊ നമുക്കിനി ഞങ്ങൾ വന്നത് വെറുതെ കൈയും വീശും എവിടെയും പോയിട്ടില്ല. അപ്പൊ ഞങ്ങള് ന്യൂ ഇയറിന് പോകുമ്പോഴുണ്ടല്ലോ എല്ലായിടത്തും കൈ നിറയെ സമ്മാനങ്ങളായിട്ടാ പോകുന്നത്. ഫസ്റ്റ് സമ്മാനം തരുന്നതിന് തൊട്ട് മുമ്പേ ഇത് ഒരു ന്യൂ ഇയർ ഗുരുജിയുടെ വക എന്തോ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മെസ്സേജ് എന്തോ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഗുരുജിക്ക് എന്തോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, അത് ഞാൻ ജസ്റ്റ് അത് പാസ് ചെയ്ത് വിടുന്നു എന്ന് മാത്രം. അതാരെന്ന് എനിക്കും അറിയില്ല. ഏതോ ഒരു ഗുരുജി, ഒരു ന്യൂ ഇയർ ഗുരുജി എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യും അതാരാണെന്നുള്ള കാര്യം. നമുക്ക് നോക്കാം ഈ ഗുരുജിക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇതൊന്നും ബ്ലോ ചെയ്ത് ആദ്യം ഇത് ഊതിക്കും. പക്ഷെ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ, നമ്മളൊരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അണയ്ക്കാതെ അത് എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ക്യാൻഡിൽ താഴെ വെക്കാം. അല്ല, ചില ആൾക്കാർ അത് പറയും ബർത്ത്ഡേ കേക്ക് നമ്മൾ യൂഷ്വലി വെച്ചിട്ട് ബ്ലോ ചെയ്ത് നമ്മൾ ഊതിയിട്ടാണല്ലോ കേക്ക് കട്ട് ചെയ്യുക വെസ്റ്റേൺ കൾച്ചറിൽ. പക്ഷെ ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഊതി വിളക്ക് അണക്കരുത്. നമ്മുടെ പറയുന്നത് ലൈറ്റ് ആണ്, ലൈറ്റ് പോസിറ്റീവ് ഒരു കാര്യം. അതിന് നമ്മൾ കിടത്തി തന്നെ അത് തുടങ്ങണമെന്ന്. മറ്റുള്ള ഊതി കിടത്തിയില്ലേ? കിടത്തി. റോബിൻ മാത്രമാണ്
അല്ല അത് ഞാനും അത് കുറെ നാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കേക്കിൽ എന്നിട്ട് കാൻഡിൽസ് വെക്കില്ല, കാരണം നമ്മൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഗുരുജിക്ക് എന്താ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് നോക്കിക്കേ. അപ്പൊ നമുക്ക് അറിയാം പൊടിയുടെ അടുത്താണോ റോബിന്റെ അടുത്താണോ. 2025 ഡോക്ടർ റോബിൻ ആരതിപൊടി യഥാർത്ഥ പ്രണയം അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. 2025 ഡോക്ടർ റോബിൻ ആരതിപൊടി യഥാർത്ഥ പ്രണയ കഥ അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി യഥാർത്ഥം നിങ്ങളെല്ലാം യഥാർത്ഥമായിട്ടുള്ള സത്യം പറഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. ഇതിൽ കൂടുതൽ ഒന്നുമില്ല. ഗുരുജി അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോ അന്ന് അതായിരിക്കും. ഗുരുജി അപ്പൂസ് നമ്മളൊക്കെ ആ ഗുരുജിയുടെ ജസ്റ്റ് ഒരു ഓൾറെഡി എല്ലാവർക്കും നമ്മളറിയുന്ന എല്ലാവർക്കും എന്താണ് സ്റ്റോറി എന്നുള്ളത് അവർക്ക് അറിയാം. പക്ഷെ എന്നാ ഗുരുജി ഒരു പക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നിങ്ങൾ ഇനി കല്യാണം കഴിയുമ്പോൾ സത്യാവസ്ഥ എന്തൊക്കെയാണ്, നിങ്ങൾ എങ്ങനെ ഒരുമിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതായിരിക്കും ഗുരുജി വിചാരിച്ചിട്ടുണ്ടാവുക. 2025 നമ്മുടെ ജീവിതം എന്ത് ചെയ്യാൻ പറ്റും, കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബോ അല്ലാതെ ഉള്ള മീഡിയ വഴിയൊക്കെ നമുക്ക് അറിയിക്കാൻ പറ്റും. അപ്പൊ അതായിരിക്കും ഒരു പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത്. ശരി, നമുക്ക് ഇനി അടുത്ത ഗിഫ്റ്റിലേക്ക് പോവാം. ഗിഫ്റ്റ് ഉണ്ടോ? പിന്നെ അല്ല, ഞാൻ പൊടിയെടുത്ത് പറയായിരുന്നേ, ചായ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും സ്വീറ്റ്സ് വരുമോ. ഞാൻ കുറച്ചുകൂടി പറയാം. ഞങ്ങൾ സാധാരണ എന്തെങ്കിലും സാധനം എന്ത് ചെയ്യാറുണ്ട്, ഓർഡർ ചെയ്യാറുണ്ട്. ആണല്ലേ? ഓക്കെ, ഇനി നമ്മുടെ എല്ലാ സന്തോഷങ്ങൾക്കും നമ്മുടെ കൂടെയുള്ള ഒന്നാണ് മധുരം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നിപ്പോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന മധുരം മിൻലാൻഡിന്റെ മധുരങ്ങളാണ്. മിൻലാൻഡ് ഡെസേർട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോണത്. കോക്കനട്ട് ഫ്ലേവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണ്. ആണെങ്കിലും ഇഷ്ടപ്പെടും, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീട്ടിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട് കേട്ടോ, ആക്ച്വലി റോബിൻ ചേട്ടൻ ഡയറ്റിലാണ്. സാരമില്ല, ഇത് ഒരെണ്ണം കഴിച്ചോണ്ട് ഒരെണ്ണം കഴിക്കാം. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ്, ഡെസേർട്ട് ആണ്, സ്വീറ്റ് ആണ്. മിൻലാൻഡിന്റെ കോക്കനട്ടും പീനട്ടും കൂടെ ചേർന്നിട്ടുള്ള അവിടെയുണ്ട്. ഇവരുടെ മെയിൻ ഇത് പുറത്ത് അറബി രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സൗദിയിലൊക്കെ അതെ ഇമ്പോർട്ടഡ് ആണ്. അവിടെ സൗദിയിലൊക്കെ ഇവർ ഓൾറെഡി ഡേറ്റ്സ് ബാർ ചെയ്യുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ഇവിടെ മാർക്കറ്റിലും നമ്മുടെ നാട്ടിലും ഈ ഡേറ്റ്സും കോക്കനട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഹെൽത്തി ഒരു ബാർ അവർ ചെയ്തിരിക്കുന്നു. അതാണ് ഇത്, ഡേറ്റ്സ് കോക്കനട്ട് ബാർ. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എല്ലാത്തിനും തേങ്ങ ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് അവർ മലയാളികൾക്ക് വേണ്ടി ഡേറ്റ്സ് കോക്കനട്ട് ബാർ ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ നാട്ടില് ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിൻലാൻഡിന്റെ ഈ ഡേറ്റ്സ് കോക്കനട്ട് ബാർ ഞാൻ ആദ്യം നിങ്ങൾക്ക് തരികയാണ്. ഹാപ്പി ന്യൂ ഇയർ രണ്ടുപേർക്കും. യെസ്, അതേപോലെ തന്നെ മിൻലാൻഡിന്റെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഇത്, കോക്കനട്ടും പീനട്ടും കൂടെ ഉള്ള ഫ്ലേവർ. വാങ്ങിച്ചോ. ഇത് പ്ലെയിൻ കോക്കനട്ട്. ഇത് രണ്ടും രണ്ടാണല്ലേ? എല്ലാം മിൻലാൻഡിന്റെ തന്നെ ഓരോരോ പ്രോഡക്ട്സ് ആണ്. യെസ്, ഇത് കോക്കനട്ടും സെസമിയും കൂടെ ഉള്ളത്. അപ്പൊ ഇത് കഴിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടാവും, വെരി ടേസ്റ്റി. അപ്പൊ നമുക്ക് ആദ്യം ഇത് അത് തന്നെ എള്ളുണ്ട പോലെ തന്നെ എല്ലാം ഓരോ ഇത് നല്ല ഫ്ലേവേഴ്സ് ആണ്. ഇതെല്ലാം കറക്റ്റ് ആണ്, ജാസ്തി മധുരമൊന്നുമില്ല. ഇനി നിങ്ങള് അടുത്ത ഫെബ്രുവരിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന റോബിൻ ആരതിക്ക് ഇത് മധുരം നൽകിയാണ്, ഇപ്പഴേ നൽകിയാണ് സെൻട്രലിലേക്ക്. ഓക്കെ, ഞാൻ പൊട്ടിച്ചു തരുന്നു മാത്രം. റോബിൻ പൊടിക്ക് കൊടുക്കും. യെസ്, ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തോണ്ട് ഞങ്ങളുടെ വകയാണ്. പൊടിക്ക് ഇന്നത്തെ ദിവസം സ്വീറ്റ് കിട്ടിയോ? ഇല്ലല്ലോ. ഇല്ല, ഇദ്ദേഹം തന്നിട്ടില്ലല്ലോ. ഒരു ബർഗർ അല്ലേ, അത് സ്വീറ്റ് അല്ലല്ലോ. സ്വീറ്റ് ആണോ? സ്വീറ്റ് ആയിട്ട് ഞാനില്ലേ? അത് പോരാ, ആ സ്വീറ്റ് കുറെ നാളായിട്ട് കൂടെ ഉണ്ടല്ലോ. ഇത് ഫ്രഷ് സ്വീറ്റ്. മാർക്കറ്റിൽ അമൃതം വിഷമാണ്. അതെ, അപ്പം 25 വെൽക്കം ടു മൈ ലൈഫ്. എന്താ പറയാ, വിത്ത് ഈ ന്യൂ പ്രോഡക്റ്റ് ആണ്. അല്ല, പണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ ഒരു തീപ്പൊടി കൊടുക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ശരി, ഓക്കെ, കഴിച്ചോളൂ. ഒരു ബൈറ്റ് എടുക്കുക. തിരിച്ചേ പൊടി തിരിച്ചു കൊടുക്ക. ഇഷ്ടപ്പെട്ടോ? ഇതാണ് അതിനകത്തുള്ളത്. താങ്ക് യു. ഓക്കെ, ഇതാണ് അതിനകത്തുള്ള ഡേറ്റ്സ് ചോക്ലേറ്റ് ഡേറ്റ്സ് കോക്കനട്ട് ബാർ. ഇനി ഞാൻ മറ്റൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്തായാലും ഉടനെ ഇതിന്റെ ആവശ്യമില്ല, കാരണം കല്യാണം അടുത്ത മാസം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനുശേഷം കുറച്ചും കൂടെ കുറെ വർഷങ്ങൾ കൂടെ കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഈ ഇന്റർവെലിന്റെ ആപ്പിന്റെ ഉപയോഗം ഉണ്ടാവുള്ളൂ. പക്ഷേ നിലവിൽ നിങ്ങളുടെ ഫാമിലിയിൽ വേറെ കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാം. ഇന്റർവെൽ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ടെക്നോളജി, അതായത് ഇൻഡിവിജ്വൽ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്ന ഒരു ആപ്പാണ്. ഇവരാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്ന എഡ്യൂക്കേഷൻ ടെക്നോളജി
സബ്ജക്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ലീഡിങ് നിൽക്കുന്ന ഒരാൾക്കാരാണ്. മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇവരാണ് ഇപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പ്, അതായത് 3rd ലെവലിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു ആപ്പാണ് ഇത്. നമ്മുടെ കുട്ടികൾക്ക് KG മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റിലാണോ കുട്ടികൾ വീക്ക് ആയെന്ന് വെച്ചാൽ അവർക്ക് അതിന് വേണ്ട ഒരു ട്രെയിനിങ് കൊടുക്കും. KG മുതൽ 12th വരെയുള്ള എല്ലാ സബ്ജക്ട്സും ഇവർ കവർ ചെയ്യുന്നുണ്ട്. അത് അവർ കറക്റ്റ് ആയിട്ട് ഒരു കുട്ടീനെ, അതെ അതെ മലയാളീസ് തന്നെയാണ്, പക്ഷെ ഇവർ ഒരുപാട് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിലവിൽ ഇവർ കുട്ടികളായിട്ട് ഫസ്റ്റ് നോക്കി മനസ്സിലാക്കി ആ കുട്ടിക്ക് എന്താണ് വീക്ക്നെസ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് വേണ്ട കംപ്ലീറ്റ് അനലൈസ് ചെയ്തിട്ട് വേണ്ട ഒരു ട്രെയിനിങ് ആണ് ഇവർ കൊടുക്കുന്നത്. ഓൺലൈൻ ആണ്. ഓരോ സബ്ജക്റ്റിനും ആ കുട്ടി ഏതിലാണോ വീക്ക് എന്ന് വെച്ചാൽ ആ സബ്ജക്റ്റിനുള്ള പ്രോപ്പർ ട്രെയിനിങ് ഇവർ കൊടുക്കും. പിന്നെ ഇവരുടെ ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം 1-on-1 സെഷനാണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, അതാണ് ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ കംപ്ലീറ്റ് ആ ഒരു അറ്റൻഷൻ ആ ടീച്ചർ കുട്ടിയുടെ മേളിൽ ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ആയിട്ട് കുട്ടീനെ ഗൈഡ് ചെയ്യാൻ പറ്റും. മിനി സ്ക്രീൻ പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവാഹമാണ് റോബിൻ രാധാകൃഷ്ണന്റേതും ആരതി പൊടിയുടേതും. ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം റോബിൻ നൽകിയ അഭിമുഖം വഴിത്തിരിവായി ആരതിയുമായി പ്രണയത്തിലാവുകയായിരുന്നു. ആ പ്രണയത്തെക്കുറിച്ചെല്ലാം ഇരുവരും നേരത്തെ പലതവണ സംസാരിച്ചിട്ടുമുണ്ട്. ഗംഭീരമായി നടന്ന വിവാഹ നിശ്ചയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇനി കല്യാണമാണ്. വരുന്ന ഫെബ്രുവരി 16-നാണ് റോബിൻ രാധാകൃഷ്ണൻ ആരതി പൊടി വിവാഹം. അടുത്തിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ റോബിൻ വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ചു. വലിയ ആർഭാടമായി നടത്തുന്ന വിവാഹമൊന്നുമല്ല, അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പങ്കെടുക്കുന്ന കുറച്ചധികം ചടങ്ങുകളുള്ള വിവാഹമായിരിക്കും. പിന്നെ വിവാഹ ജീവിതത്തിൽ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് ഓർമ്മിച്ചു വയ്ക്കാൻ പാകത്തിന് മനോഹരമാക്കുമെന്നാണ് റോബിൻ പറഞ്ഞത്. കല്യാണ വിളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ് ഡിസൈനിങ്ങും മറ്റും പൂർത്തിയായി വരുന്നു. കല്യാണത്തിന് ലാലേട്ടനെ പോയി വിളിക്കും, അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങും. വരുന്ന കാര്യം അറിയില്ല, അദ്ദേഹം തിരക്കുള്ള ആളല്ലേ, വന്നാൽ സന്തോഷം എന്നാണ് റോബിൻ പറഞ്ഞത്. കല്യാണത്തിന് ശേഷമുള്ള ഹണിമൂൺ അല്പം വ്യത്യസ്തമായിരിക്കും എന്നും റോബിൻ വ്യക്തമാക്കുന്നുണ്ട്. 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ പ്ലാൻ ആണ് ഇപ്പോൾ തങ്ങൾക്ക്. 27-ൽ അധികം രാജ്യങ്ങളിലേക്കുള്ള യാത്രയായിരിക്കും. തന്റെ ഒരു ഫ്രണ്ടാണ് ഈ വ്യത്യസ്തമായ ഹണിമൂൺ പ്ലാൻ പാക്കേജ് തന്നത്. ഒരുപക്ഷെ ഇങ്ങനെയൊരു ഹണിമൂൺ പ്ലാൻ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. താൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളല്ല, അപ്പോൾ പിന്നെ കല്യാണത്തിന് ശേഷം ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്യാം എന്നാണ് തങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്നും പറയുന്നു.